നീ ഇത് കണ്ടോ, ഫിഫയുടെ ഒഫീഷ്യൽ പേജ് വരെ മലയാളത്തിൽ പോസ്റ്റ് ആണ്. ഫിഫയിൽ വരെ മലയാളി ഉണ്ട് മോനെ. ഒന്ന് പോണേ, അത് റീജിയണൽ പോസ്റ്റ് ആണ്, നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് ഒരു മലയാളം ഇല്ലാതെ മലയാളത്തിൽ പോസ്റ്റ് വരുമോ? കമന്റ് ബോക്സിൽ ഇങ്ങനെയുള്ള അടി ഏത് ടീം മലയാളത്തിൽ പോസ്റ്റ് ഇട്ടാലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഈ മലയാളത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് പറയുന്ന പേരാണ് റീജിയണൽ പോസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ചിലർക്ക് ഡൗട്ട് ആണ്, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഒരു റീജിയനിൽ മാത്രം പോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഫേസ്ബുക്കിന്റെ മെറ്റാ ബിസിനസ് യൂട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരേ ടൈമിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മാനേജ് ചെയ്യാം. ഇവിടെ നമ്മളൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റിന്റെ പ്രൈവസി സെറ്റിംഗ്സ് ഉണ്ട്. അവിടെ പബ്ലിക് ആയിട്ടുള്ളിടത്ത് നമ്മൾ റെസ്ട്രിക്റ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ വരും. കണ്ടില്ലേ, ഏജ്, ലൊക്കേഷൻ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രി കണ്ടില്ലേ, ഇന്ത്യയിൽ മാത്രം അപ്പോൾ ഈ പോസ്റ്റ് പബ്ലിഷ് ആവുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരു മലയാളി വേണ്ടി ഇത് പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഉറപ്പായിട്ട് ഒരു മലയാളി ആയിരിക്കും ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ടീം അവർക്കുണ്ടായിരിക്കും. അവരായിരിക്കും ഇത് റീജിയണലി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ മേ ബി അവരെ ഫ്രീലാൻസ് ആയിട്ട് ഹയർ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഇൻഹൗസ് മലയാളി സോഷ്യൽ മീഡിയ ടീം കാണാം. അത് അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു മലയാളിയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അവസാനത്തെ കാര്യം, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മലയാളത്തിൽ പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ക്ലബ്ബുകൾ മലയാളത്തിൽ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത് അവരൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മലയാളത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ, നിങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങളുടെ അവിടെ നടക്കുന്ന എന്താ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെന്നുള്ളത് അറിയുമ്പോൾ യൂഷ്വലി ഒരു കമ്മ്യൂണിറ്റി അവിടെ ബിൽഡ് ആവും. അപ്പോൾ അടുത്ത കാര്യം ബ്രാൻഡ് ലോയൽറ്റിയാണ്. ഒരു ഒഫീഷ്യൽ പേജിൽ നിന്ന് നമ്മുടെ ലാംഗ്വേജിൽ ഒരു പോസ്റ്റ് കാണുമ്പോൾ ആളുകൾക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടും. അത് ബ്രാൻഡ് ലോയൽറ്റി എന്തായാലും കൂടെ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ടുള്ള സ്പോൺസർഷിപ്പ് വാല്യൂ ആണ്. ഫ്യൂച്ചറിലേക്കുള്ള സ്പോൺസർഷിപ്പ്, അതുപോലെ മെർച്ചൻഡൈസിന്റെ സെയിൽസ്, പിന്നെ സ്ട്രീമിംഗ് പാർട്ട്നേഴ്സ്, അതിന്റെ എല്ലാം വാല്യൂ കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കേരളം പോലെ ഫുട്ബോളിന് വലിയൊരു മാർക്കറ്റിൽ നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ അവർ കോണ്ടന്റ് ഇടുന്നതിന് വെറുതെ അല്ല, അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ് അവരുടെ ഈ ലോക്കൽ ലാംഗ്വേജിലുള്ള പോസ്റ്റുകൾ. അപ്പോൾ ഇനി ഇതുപോലുള്ള ക്ലബ്ബുകളും ടീമുകളും ഒക്കെ ലോക്കൽ ലാംഗ്വേജിൽ പോസ്റ്റ് ഇടുമ്പോൾ ഈ കാര്യം ഓർത്ത് വെച്ചേരെ. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ ഫുട്ബോൾ ചാമ്പ്യൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. നമുക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺടന്റ്സ് ആയിട്ട് പേജ് ഫോളോ ചെയ്തേ.